നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ഒരു 40 ദിവസം നീണ്ടു നിന്ന ലോകകപ്പ് മാമാങ്കം അതിന് തിരശ്ശീല വീണിരിക്കുകയാണ്. അർജൻറ്റീനയെ തകർത്തുകൊണ്ട് സ്പെയിൻ കിരീടം ചൂടിയിരിക്കുകയാണ്. 2010 ശേഷം സ്പെയിൻ്റെ ഒരു കിരീട നേട്ടം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അങ്ങനെ അർജൻറ്റീന തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് അർജൻറ്റീന ഇറങ്ങിയത്. കാരണം നമുക്കറിയാം 2022 ഖത്തറിൽ കിരീടം ചൂടിയത് അർജൻറ്റീനയായിരുന്നു. അവിടെ നിന്ന് തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് അർജൻറ്റീന എത്തിയത്. പക്ഷേ അർജൻറ്റീനയുടെ ആ ഒരു യാത്ര അത് ഫൈനലിൽ അവസാനിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അർജൻറ്റീനയും മെസ്സിയെയും വരിഞ്ഞു മുറുക്കി സ്പെയിൻ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു. ആധികാരികമായ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗോൾ പിറന്നത് എക്സ്ട്രാ ടൈമിലാണെങ്കിൽ പോലും മത്സരം പൂർണ്ണമായും സ്പെയിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ 1-0 എതിരില്ലാത്ത ഒരു ഗോളിന് അർജൻറ്റീനയെ തകർത്തുകൊണ്ടാണ് സ്പെയിൻ ഈ ഒരു കിരീടം ചൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്നലെ മത്സരം നടന്നത് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. മത്സരത്തിന് 106-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസാണ് ഒരു ഗോൾ നേടിയത്. നിക്കോ വില്യംസിൻ്റെ ആ ഒരു അസിസ്റ്റിലൂടെ ഫെറാൻ ടോറസ് ഗോൾ നേടുന്നു. അങ്ങനെ ആ ഗോളിൻ്റെ ഒരു പിൻബലത്തിൽ സ്പെയിൻ വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ഒരു പിടി ഗോളുകൾ, ഒരു 10ഓളം ഗോളുകൾ പിറക്കുമായിരുന്നൊരു മത്സരം. അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഒരു പ്രകടനം അത് നിർണായകമായിരുന്നു. അല്ലെങ്കിൽ മത്സരം 90 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു 10 ഗോളിനെങ്കിലും സ്പെയിൻ വിജയിച്ചേനെ. പക്ഷേ എമിയുടെ ഒരു തകർപ്പൻ സേവുകൾ അർജൻറ്റീനയെ സത്യം പറഞ്ഞാൽ 90 മിനിറ്റിലും രക്ഷിച്ചു എന്ന് പറയാൻ സാധിക്കും. അവിടെയാണ് മത്സരം പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. എക്സ്ട്രാ ടൈമിൻ്റെ 106-ാം മിനിറ്റിലാണ് ഈ ഒരു ഗോൾ സ്പെയിൻ നേടുന്നത്. പിന്നീടും സ്പെയിൻ ഗോളുകൾ നേടിയെങ്കിൽ പോലും അത് ഓഫ് സൈഡായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അങ്ങനെ ഗോൾ നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. മറ്റൊരു കാര്യമുള്ളത്, മത്സരം അധിക സമയത്തേക്ക് പോയപ്പോൾ അർജൻറ്റീനയ്ക്ക് ഏറ്റവും വലിയൊരു നിരാശ ഉണ്ടായിരുന്നത് അർജൻറ്റീനയുടെ താരങ്ങൾ 10 പേരായി ചുരുങ്ങി എന്നുള്ളതാണ്. കാരണം 90 മിനിറ്റിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ 93-ാം മിനിറ്റിൽ അർജൻറ്റീന സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് കണ്ട് പുറത്താകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് 2ാമത്തെ യെല്ലോ കാർഡ്, അങ്ങനെ റെഡ് കാർഡ് കണ്ട് എൻസോ പുറത്താകുന്നു. അങ്ങനെ 10 പേരുമായി മത്സരം പൂർത്തിയാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് അധിക സമയത്തേക്ക് പോകുന്ന സമയത്ത് സാധാരണ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവസാന മിനിറ്റുകളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു വരുന്ന അർജൻറ്റീന ആയിരുന്നെങ്കിൽ പോലും ഇന്നലെ അതിനുപോലും അർജൻറ്റീനയ്ക്ക് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് മത്സരത്തിൻ്റെ തുടക്കം മുതൽ അർജൻറ്റീനയെ സ്പെയിൻ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യമായി മെസ്സിയെ അടക്കം മാർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായൊരു പ്ലാനോടുകൂടി സ്പെയിൻ്റെ ഒരു വിജയം സ്വന്തമാക്കുന്നു. മെസ്സിക്ക് പോലും ഇന്നലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും അർജൻറ്റീനയുടെ കാലിലേക്ക് പന്ത് എത്തുന്നു പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ സ്പെയിൻ്റെ പോസ്റ്റിലേക്ക് ടാർഗറ്റ് ചെയ്തൊരു ഷോട്ട് പോലും അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് 90 മിനിറ്റും കടന്ന് 120 മിനിറ്റ് ആയിട്ട് പോലും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 2 ഷോട്ടുകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മത്സരത്തിൻ്റെ പൊസിഷൻ നോക്കിയാൽ, പന്ത് അടക്കം നോക്കിയാൽ 63% പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 37% മാത്രമാണ് അർജൻറ്റീനയുടെ കയ്യിൽ പന്ത് ഉണ്ടായിരുന്നത്. ബാക്കി 63% പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു എന്നുള്ളതാണ്. ഷോട്ടിൽ 20 ഷോട്ടുകൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അർജൻറ്റീനയുടെ ഭാഗത്ത് 2 ഷോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 12 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അർജൻറ്റീനയുടെ ഭാഗത്തൊന്നുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ, അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം അതുതന്നെയായിരുന്നു. ഇന്നലെ കളിയിലെ താരമായി മാറിയത് ഫെറാൻ ടോറസ് ആണ്. നമുക്കറിയാം 106-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി ആ ഗോൾ നേടിയ ഫെറാൻ ടോറസ് ആണ് കളിയിലെ താരമായി മാറിയിട്ടുള്ളത്. ഒരു ടാക്ടിക്കൽ അനലിസ്റ്റ് നോക്കിയാൽ ഹൈ പ്രസ്, ത്രൂ ഔട്ട് മാച്ചിൽ ഒരു ഹൈ പ്രസ് ഗെയിം തന്നെയായിരുന്നു. അതായത് പന്ത് പരമാവധി അർജൻറ്റീനയ്ക്ക് കൊടുക്കാതിരിക്കുക, തങ്ങളുടെ പോസ്റ്റിലേക്ക് അർജൻറ്റീനയുടെ പ്രധാന താരങ്ങളെ എത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ സ്പെയിൻ്റെ ഒരു പ്ലാൻ. ആ പ്ലാൻ കൃത്യമായി വിജയിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡിഫൻസീവ് ശക്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് പല പാളിച്ചകളും അതിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഒപ്പം പലപ്പോഴും താളം തെറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ പിറന്ന ഗോൾ 106-ാം മിനിറ്റിൽ പിറന്ന ആ ഒരു ഗോൾ പോലും നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നലെ ഫെറാൻ ടോറസിനെ കൃത്യമായി മാർക്ക് ചെയ്യാൻ പോലും അർജൻറ്റീന താരങ്ങൾക്ക് ആയില്ല എന്നുള്ളതാണ്. അതായത് നിക്കോ വില്യംസിൻ്റെ കയ്യിലേക്ക് പന്ത് എത്തുന്നു, അവിടെ നിന്ന് കൃത്യമായൊരു പാസ് ഫ്രീ ആയി നിന്ന ഫെറാൻ്റെ കയ്യിലേക്ക് എത്തുന്നു. അത് ഫെറാൻ ടോറസ് ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് പന്തടക്കത്തിലും കൃത്യതയാർന്ന പ്ലാനിങ്ങിലും എല്ലാം സ്പെയിൻ വിജയിച്ചു. അർജൻറ്റീനയ്ക്ക് അതുപോലും, അതായത് ആ പന്ത് ഒന്ന് കൈവശം വെക്കാനോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാനോ അർജൻറ്റീനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് അറ്റാക്ക് ചെയ്യാനൊക്കെ അർജൻറ്റീന നന്നേ വിയർക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്.
ഇനി ഇതാണ് ഇന്നലത്തെ ആ ഒരു മത്സരത്തിൻ്റെ ഓവറോൾ കാര്യങ്ങൾ. അതായത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സ്പെയിൻ കൃത്യമായി കളിച്ചു വിജയിച്ചു എന്നുള്ളതാണ്. അതായത് ലാമിൻ യമാൽ അടക്കമുള്ള താരങ്ങൾ, റോഡ്രി, നിക്കോ വില്യംസ് അടക്കമുള്ളവരൊക്കെ അവരൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. കുക്കറേല അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം അതൊക്കെ നിർണായകമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നമുക്ക് ടൂർണമെൻറ്റിൻ്റെ അവാർഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചാമ്പ്യന്മാരായി സ്പെയിൻ മാറി. റണ്ണറപ്പായ അർജൻറ്റീനയാണ്. 3-ാം സ്ഥാനം ഇംഗ്ലണ്ടിനാണ് ഉള്ളത്. ഈ ഗോൾഡൻ ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 ഗോളുകളുമായി മുന്നിലുള്ള കിലിയൻ എംബാപ്പയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ് ലഭിക്കുക. ഗോൾഡൻ ബോൾ അവാർഡ് ലഭിക്കുക റോഡ്രിക്കാണ് എന്നുള്ളതാണ്. ഒപ്പം അഡിഡാസിൻ്റെ ഗോൾഡൻ ഗ്ലൗ, ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരമുള്ളത് ഉനൈ സിമനാണ്. നമുക്കറിയാം സ്പെയിൻ്റെ തകർപ്പൻ ഗോൾ കീപ്പറാണ് താരം. 7 ക്ലീൻ ഷിറ്റുകൾ കിട്ടിയ ഒരു ഗോൾ കീപ്പർ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫിഫയുടെ യങ് പ്ലെയർ അവാർഡിന് അർഹനായത് പോ കുബർസിയാണ്, സ്പെയിൻ്റെ താരമാണ്. ഫിഫയുടെ ഫെയർ പ്ലേ അവാർഡ് നെതർലൻഡ്സ് ടീമിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടൂർണമെൻറ്റ് അവാർഡുകളായി മാറിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ടൂർണമെൻറ്റിൻ്റെ ആകത്തുക, അപ്പോൾ ഇത്രയും മത്സരങ്ങൾ, ഇപ്പോൾ 40 ദിവസം 104ഓളം മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരങ്ങളിലേക്ക് മികച്ച പ്രകടനം വെച്ച് നമുക്കൊരു ടൂർണമെൻറ്റിൻ്റെ ഒരു ടീം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളൊരു സജസ്റ്റ് ചെയ്യുന്നൊരു ടീം എന്ന് പറഞ്ഞാൽ ആ ഒരു ടീം നമുക്കൊന്ന് സജസ്റ്റ് ചെയ്ത് നോക്കാം. ഗോൾ കീപ്പറായി വരുന്നത് സ്പെയിൻ്റെ ആ ഒരു കിടിലൻ പ്രകടനം എന്ന് പറയാം, തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സ്പെയിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഉനൈ സിമൻ തന്നെയാണ് നമ്മളുടെ ആ ഒരു ടൂർണമെൻറ്റ് 11 ഗോൾ കീപ്പറായി മാറുന്നത്. ഡിഫെൻസീവിൽ കുക്കുറേല, നമുക്കറിയാം ഫൈനലിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു കുക്കുറേലയാണ് ഡിഫെൻസിൽ ഒരു താരം. മറ്റൊന്ന് ക്രിസ്റ്റ്യൻ റൊമേറോ ആ ഒരു പട്ടികയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒപ്പം റോബിൻ ലെനോർമാർഡിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഒപ്പം പെഡ്രോ പൊറോയും നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇവരൊക്കെ ഗംഭീര പ്രകടനം, പെഡ്രോയുടെ പ്രകടനമൊക്കെ നമ്മൾ സെമിഫൈനലിലും ഫൈനലിലും കണ്ടതാണ്. ഗംഭീര പ്രകടനം കാഴ്ചത്. അപ്പോൾ ഈ ഒരു 4 താരങ്ങളാണ് നമ്മളുടെ ഡിഫെൻസീവിലുള്ളത്. ഇനി മിഡിൽ നോക്കുകയാണെങ്കിൽ പെഡ്രി, എൻസോ ഫെർണാണ്ടസ്, ജൂഡ് ബെല്ലിംഗാം എന്നീ 3 താരങ്ങൾ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ താരങ്ങളുടെയൊക്കെ ഗംഭീര പ്രകടനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു 3 താരങ്ങളാണ് നമ്മൾ മിഡ്ഫീൽഡിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഫോർവേഡായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 3 താരങ്ങൾ ലാമിൻ യമാൽ, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, ഈ 3 താരങ്ങളാണ് നമ്മൾ ഫോർവേഡായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സജസ്റ്റ് ചെയ്യുന്ന 11 ഇതാണ്. ഡിഫൻസിൽ 4, മിഡിൽ 3, ഫോർവേഡ് 3, 4-3-3 എന്നൊരു ഫോർവേഷനിലാണ് നമ്മൾ ആ ഒരു ടീം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഉനൈ സിമൻ ഗോൾ കീപ്പറാണ്. ഡിഫൻസീവിൽ കുക്കുറേല, റൊമേറോ, ലെനോർമാർഡ്, പെഡ്രോ പൊറോ എന്നീ താരങ്ങളും. മിഡ്ഫീൽഡിൽ പെഡ്രിയും എൻസോ ഫെർണാണ്ടസും ജൂഡ് ബെല്ലിംഗാമും ഇടം പിടിച്ചു. ഫോർവേഡിൽ ലാമിൻ യമാൽ, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ എന്നീ താരങ്ങളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ടൂർണമെൻറ്റ് 11 നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 40 ദിവസമായി നമ്മളിങ്ങനെ ലോകകപ്പ് ആവേശത്തിലായിരുന്നു അല്ലേ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ലോകകപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു, ഓരോ കളിയിലെയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഇന്നലെ നടന്ന 3-4 മത്സരങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഇനി നടക്കാനുള്ള 3-4 മത്സരങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ 48 ടീമായിരുന്നത് അത് ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു. അത് 32 ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മളതിനെപ്പറ്റിയൊക്കെ വിശദമായി സംസാരിച്ചു. 32-16 ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ 16 8 ആകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. 8-4 ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ 4-ൽ നിന്ന് 2 ടീമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ആ 2-ൽ നിന്ന് ഏറ്റവും മികച്ച ടീം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലോക കിരീടത്തിൽ അങ്ങനെ സ്പെയിൻ മുത്തമിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 40 ദിവസമായി നമ്മൾ ഇങ്ങനെ ലോകകപ്പ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടൻ ചായയുടെ എല്ലാ പ്രേക്ഷകർക്കും, നമ്മളുടെ ഈ കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം നമ്മുടെ കൂടെ നിന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റ് അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.